നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കുകളിൽ. മുന്നണികൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മേൽക്കൈ നേടാനുള്ള ഒരുക്കത്തിലാണ്. തൃശൂർ ജില്ലയിൽ 22 ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ല. LDF, UDF മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ഇല്ലാത്തയിടങ്ങളിലും ചെറുകക്ഷികളും സ്വതന്ത്രരും സജീവമായതോടെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ശക്തമായ മത്സരം. ഗുരുവായൂരിൽ പേവിഷബാധയേറ്റ് നായ ചത്ത സംഭവം. മേഖലയിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. 100-ലധികം തെരുവ് നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പിന് വിധേയമാക്കി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി ചിറ്റണ്ട സ്കൂളിന് സമീപമുള്ള ഇരുചക്രവാഹന വർക്ക്ഷോപ്പിൽ നിർമ്മാണ ജോലികൾക്കിടെ തീപിടിച്ച് തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ദേശമംഗലം സ്വദേശിയായ 24 വയസ്സുള്ള ഹാരിസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കുകളിലേക്ക് കടന്നു. മുന്നണികൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മേൽക്കൈ നേടാനുള്ള ഒരുക്കത്തിലാണ്. തൃശൂർ ജില്ലയിൽ 22 ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ല. LDF, UDF മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ഇല്ലാത്തയിടങ്ങളുണ്ട്. ചെറുകക്ഷികളും സ്വതന്ത്രരും സജീവമായതോടെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ആകെയുള്ള 30 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കടപ്പുറം ഡിവിഷനിലേക്ക് ബിജെപിക്ക് നിർത്താൻ ആളില്ല. ഘടകകക്ഷികളിൽ നിന്ന് പോലും സ്ഥാനാർത്ഥിയെ സംഘടിപ്പിക്കാനായില്ല. ഒരുമനയൂർ പഞ്ചായത്ത് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ ജ്യോതി ബാബുരാജിന്റെ മകൾ ശ്രീഷ്മ ബാബുരാജാണ് കടപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിന്റെ സീറ്റാണിത്. മനുഷ്യാവകാശ പ്രകൃതി സംരക്ഷണ പ്രവർത്തകയായ CB രാധികയാണ് LDF സ്ഥാനാർത്ഥി. INL-നാണ് ഡിവിഷനിൽ LDF സീറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടേക്കാണ് ബിജെപിക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാതെ പോയത്. മത്സരിക്കുന്ന 29 ഡിവിഷനുകളിൽ 28ലും NDAയിൽ ബിജെപിയാണ് രംഗത്തുള്ളത്. തൃപ്രയാർ ഡിവിഷൻ BDJS-ന് നൽകിയിട്ടുണ്ട്. BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണയാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. ചാവക്കാട് ബ്ലോക്ക് മന്നലാംകുന്ന് ഡിവിഷനിലാണ് LDF-ന് സ്ഥാനാർത്ഥിയില്ലാതായത്. അതുപോലെ UDF-ന് സ്ഥാനാർത്ഥിയില്ലാതായത് പത്രിക തള്ളിയതിനെ തുടർന്നാണ്. പടിയൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് UDF-ന് സ്ഥാനാർത്ഥിയില്ലാതായത്. കേരള കോൺഗ്രസിനായിരുന്നു സീറ്റ് നൽകിയത്. ഇവരുടെ പത്രിക തള്ളിയതോടെയാണ് മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ലാതായത്. ഈ ഓരോ സീറ്റുകൾ മാറ്റി നിർത്തിയാൽ LDF, UDF മുന്നണികൾക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മുഴുവൻ സീറ്റുകളിലും ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി. ഇക്കുറി അധികാരം പിടിക്കുമെന്ന് BJP ആവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 24-ാം വാർഡിൽ BJPക്ക് മത്സരിക്കാനാളില്ല. അതുപോലെ ചാവക്കാട് നഗരസഭയിൽ 7, 9, 20, 23, 29, 32, 33 വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ല. കടവല്ലൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് BDJS-ന് നൽകിയിരുന്നെങ്കിലും ഒടുവിൽ സ്വതന്ത്രനെ പിന്തുണയ്ക്കാനാണ് തീരുമാനം. മുല്ലശ്ശേരി ബ്ലോക്കിലെ പാടൂർ ഡിവിഷനിലും മത്സരിക്കാനാളില്ല. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്താൻ വൈകിയതാണ് കാരണം. വെങ്കിടങ്ങ് പഞ്ചായത്ത് 2-ാം വാർഡ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് 18-ാം വാർഡ്, പാടഞ്ചേരി പഞ്ചായത്ത് 19, 20 വാർഡുകൾ, പൊയ്യ പഞ്ചായത്ത് 6-ാം വാർഡ്, കടങ്ങോട് പഞ്ചായത്തിലെ 3 വാർഡുകൾ, എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2 വാർഡുകൾ എന്നിവിടങ്ങളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനായില്ല. ജനങ്ങൾക്ക് വേണ്ടിയല്ല, പാർട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നതെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. ഐക്യജനാധിപത്യ മുന്നണി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നത് കുടുംബത്തിനു വേണ്ടിയുള്ള പിണറായി വിജയന്റെ ദുർഭരണമായിരുന്നു. അയ്യപ്പന്റെ പൊന്നുവരെ കക്കുന്ന നിലയിലേക്ക് CPIM നേതാക്കൾ മാറി. അഴിമതിയും കൊള്ളയും നിറഞ്ഞ ഭരണത്തിൽ ജനങ്ങൾ നിരാശരായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഫലസൂചനയായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. കേരളം ദാരിദ്ര്യമുക്തമായി എന്ന് വീമ്പിളക്കുകയാണിപ്പോൾ സർക്കാർ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം നടപടികൾക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകണമെന്നും സുധീരൻ വ്യക്തമാക്കി. ഈ സർക്കാരിന്റെ കാലത്ത് അഴിമതിയുടെ അവതാരങ്ങൾ ഉണ്ടാകില്ല. അവതാരങ്ങൾ വന്നാൽ നിലയ്ക്ക് നിർത്തും.
ഒരാളെ പോലും അടുപ്പിക്കില്ല. ഞങ്ങൾ അവരെ പുറന്തള്ളും. വന്ന് എന്തായി? സർക്കാർ അധികാരത്തിൽ വന്ന് 9.5 വർഷം പിന്നിട്ട് പോയപ്പോഴേക്കും അവതാരങ്ങളാൽ സമ്പന്നമായി, അവതാരങ്ങളെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത, അഴിമതിയുടെ അവതാരങ്ങളെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കേരളം എത്തി. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അവതാരങ്ങൾ, സെക്രട്ടേറിയറ്റിൽ അവതാരങ്ങൾ, സർക്കാർ വകുപ്പുകളിൽ അവതാരങ്ങൾ, പാർട്ടി കേന്ദ്രങ്ങളിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ അവതാരങ്ങൾ, സർവയിടത്തും അവതാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. അഴിമതി, എവിടെ നോക്കിയാലും അഴിമതി മാത്രം. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ കൂനമുച്ചി അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ വി വേണുഗോപാൽ, PK രാജൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, അഡ്വക്കേറ്റ് VR അനൂപ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, ജെയ്സൺ ചാക്കോ, NA നൌഷാദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി OJ ഷാജൻ മാസ്റ്റർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PV നിവാസ്, കണ്ടാണശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി റംല മജീദ്, ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവരെ VM സുധീരൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്തിൽ 18 വാർഡുകളിലായി 61 പേരാണ് ജനവിധി തേടുന്നത്. 10 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ LDFൽ CPM 16 സീറ്റിലും CPI 2 സീറ്റിലും മത്സരിക്കും. UDFൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ആനപ്പറമ്പ് വാർഡിൽ തനിയെ മത്സരിക്കുന്നുണ്ട്. NDA സഖ്യത്തിലെ BJPയും BDJSും സ്രായിൽ വാർഡിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. കോട്ടോലും പലാട്ടുമുറിയിലും SDPI സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഭരണം നിലനിർത്താൻ CPM ശ്രമിക്കുമ്പോൾ 10 വർഷമായി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ തവണ ആദ്യമായി സീറ്റ് പിടിച്ചെടുത്ത BJP കൂടുതൽ സീറ്റുകൾ നേടാനുള്ള തയ്യാറെടുപ്പിലാണ്. മുന്നണികൾക്ക് ഭീഷണിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരത്തിന് തയ്യാറെടുപ്പിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന CPM നേതൃത്വത്തിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുകയെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. UDF ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ തമസ്കരിക്കുന്ന BJPക്കെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കുമെന്നും ചന്ദ്രമോഹൻ പറഞ്ഞു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. UDF നേതാക്കളായ CH റഷീദ്, CV കുര്യാക്കോസ്, PRN നമ്പീശൻ, RV അബ്ദുൾ റഹീം, അഡ്വക്കേറ്റ് TS അജിത്, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പോർക്കുളം പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 46 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 4 വാർഡുകളിൽ മത്സരിക്കുന്ന സ്വതന്ത്രർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാണ്. 10 വർഷമായി ഭരണത്തിലുള്ള CPM ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ഭരണം പിടിച്ചെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ ആദ്യമായി പഞ്ചായത്തിൽ അക്കൗണ്ട് തുറന്ന BJP ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടണമെന്ന വാശിയിലാണ് പ്രവർത്തിക്കുന്നത്. 3 മുന്നണികളുടെയും ശക്തമായ പോരാട്ടമാണ് പോർക്കുളം പഞ്ചായത്തിൽ നടക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി പോർക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. പോർക്കുളം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദൈവവിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ട് രാജ്യത്ത് പച്ചപ്പകൽ ശബരിമലയിലെ ഭക്തരുടെ സമ്പാദ്യം, ഭക്തരുടെ നിക്ഷേപം അതെല്ലാം പച്ചപ്പകൽ കൊള്ളയടിച്ചിട്ട് മുനിസിപ്പാലിറ്റിക്ക് ബന്ധമില്ല, ഗവൺമെന്റിന് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? പിണറായി വിജയനും മന്ത്രിസഭയും തീരുമാനിച്ച ആളല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയല്ലേ ദേവസ്വം മന്ത്രി, അവരെല്ലാം കൂടി കൊള്ള നടത്തിയപ്പോ എന്തുകൊണ്ട് BJP നേതാക്കന്മാർ ഒരു അക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല? BJPയും CPMും കൂടിയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ആധാരം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടും BJP പ്രതികരിക്കാത്തത് ഈ അവിശുദ്ധ കൂട്ടാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ തിരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് O അബ്ദുറഹ്മാൻകുട്ടി പറഞ്ഞു.
പോർക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ KC ബാബു, CI മാത്യു, ബിജോയ് ബാബു, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കവിത പ്രേംരാജ്, VR അനിൽദാസ്, KB തമ്പി മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന MS മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രൊഫസർ N രാധാകൃഷ്ണൻ, MM മഹേഷ്, പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവരെ ഷാൾ അണിയിച്ച് കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അബ്ദുൾ അസീസ് വെങ്കിടങ്ങും പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികൾക്കിണങ്ങുന്ന പാട്ടുകൾ രചിക്കുന്ന തിരക്കിലാണ് വെങ്കിടങ്ങ് സെന്ററിലെ ടെക്നിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അസീസ്. പ്രചരണ ഗാനങ്ങൾക്കൊപ്പം അനൗൺസ്മെന്റും തയ്യാറാക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ സജീവമാകും. അതുകൊണ്ട് തന്നെ ടെക്നിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശബ്ദം കൊണ്ട് വിജയം കൊയ്തവരും നിരവധിയാണ്. സിനിമാ സീരിയലുകൾക്കു വേണ്ടി ഡബ്ബിംഗും ഇവിടെ നടത്താറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളുള്ള പാട്ടുകളിലൂടെയും ഈണങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ താനും പങ്കാളിയാകുന്നുവെന്ന സന്തോഷത്തിലാണ് അസീസ്. നമസ്കാരം, ഞാൻ അസീസ് റഹ്മാൻ. ഞാൻ ഏകദേശം 20 വർഷത്തോളമായിട്ടുണ്ട് ഈ റെക്കോർഡിംഗ് മേഖലയായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. ഇനി ദേശചരിതം. കുടക്കല്ലുകളും മുന്നിമടയും പെരുമ തീർത്ത കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ദേശപ്പെരുമയിൽ പങ്കുവയ്ക്കുന്നത്. ഇടതുപക്ഷത്തിന് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ഭരണത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശകമായി ഇടതുപക്ഷത്തിനാണ് പഞ്ചായത്തിൽ ഭരണമുണ്ടായിരുന്നത്. ഉണ്ണീരി മുത്തപ്പൻ ഓലക്കുടയേറി മലയാളത്തിന്റെ സാഹിത്യപ്രേമികളുടെ ഹൃദയത്തിലിടം നേടിയ തട്ടകത്തിന്റെ കഥാകാരൻ കോവിലിന്റെയും ചലച്ചിത്ര മേഖലയിലെ പ്രതിഭാധനനായ സംവിധായകൻ പവിത്രന്റെയും ഒരു നേരമെങ്കിലും കാണാതെ വയ്യയൻ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന ഭക്തിഗാനത്തിലൂടെ ആസ്വാദകമനം നിറച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെയും ജന്മദേശമായ കണ്ടാണിശ്ശേരി രാഷ്ട്രീയമായി ഇടതുചേരിക്കൊപ്പം നിലകൊണ്ട പഞ്ചായത്താണ്. ആദ്യകാലം മുതൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന പഞ്ചായത്തിൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ശക്തി തെളിയിച്ച് അധികാരത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് ഭരണം നടത്തുന്നത്. ഭരണം നിലനിർത്താൻ ഇടതുപക്ഷവും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെ കണ്ടാണിശ്ശേരിയിൽ ഇക്കുറി തീപ്പാറും പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 16 വാർഡുകളാണ് നിലവിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 17 വാർഡുകളായിട്ടുണ്ട്. 27,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. അതിപ്രശസ്തമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രവും ചൊവ്വല്ലൂർ ശിവക്ഷേത്രവും അരിയന്നൂർ ഹരികന്യക ക്ഷേത്രവും കല്ലുത്തിപ്പാറ അമ്പലവും കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ആരാധനാലയങ്ങളാണ്. ഗുരുവായൂർ ദേവസ്വം ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ അരിയന്നൂരിലാണ്. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിനോട് ചേർന്നാണ് പഞ്ചായത്ത് കാര്യാലയം കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. മറ്റം ഗ്രൗണ്ടിന് സമീപത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് ഓഫീസിന്റെ പ്രവർത്തനം മാറിയത് കേവലം 1 മാസം മുൻപാണ്. നിലവിൽ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് LDF ആണ്. മിനി ജയനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 11 CPIM-ഉം 5 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുള്ളത്. നാളിതുവരെ BJPക്ക് പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാനായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇക്കുറി ഭരണസമിതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനമാണ് BJP നടത്തിവരുന്നത്. പഞ്ചായത്തിന്റെയും MLA-യുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർ ഭരണത്തിനായി LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജില്ലയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താണ് കണ്ടാണിശ്ശേരി. കഴിഞ്ഞ വർഷവും 100% നികുതിപ്പിരിവ് നടത്തുന്നതിന് ഭരണസമിതിക്കായത് മികവായി ഉയർത്തിക്കാണിക്കുന്നുണ്ട് ഭരണപക്ഷം. 2,43 ലക്ഷം രൂപയാണ് കുടിവെള്ള പദ്ധതികൾക്കായി ചെലവഴിച്ചത്. ജലസംരക്ഷണത്തിനായി 21,23,624 രൂപയും
കാർഷിക മേഖലയ്ക്കായി 1,93,32,834 രൂപയും മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി 1,62,15,767 രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് 9,20,00,000 രൂപ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 38 കോടി രൂപ, പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 13,92,22,152 രൂപയും നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ ചിലവഴിച്ചു. വികസനത്തിന്റെ വസന്തകാലം എന്നാണ് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നത്. എന്നാൽ പഞ്ചായത്തിലെ വികസനം പിറകോട്ടടിപ്പിച്ച 10 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. UDF തുടക്കമിട്ട പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വലിയ അലംഭാവമാണ് ഭരണസമിതി നടത്തിയത്. കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിൽ തട്ടിക്കൂട്ടി നിർമ്മാണം നടത്തി ഓഫീസ് ഉദ്ഘാടനം പ്രഹസനമാക്കി മാറ്റുകയായിരുന്നു. പഞ്ചായത്തിലെ പല റോഡുകളും തകർന്ന് ഗതാഗതയോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും പ്രതിപക്ഷം പറയുമ്പോഴും ഭരണപക്ഷത്തിനെതിരെ പേരിന് ചില സമരങ്ങൾ നടത്തിയതൊഴിച്ചാൽ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുതിർന്നിരുന്നില്ല. ചില ഘട്ടങ്ങളിൽ ഭരണസമിതി യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയിരുന്നു. ഇക്കുറി കണ്ടാണിശ്ശേരിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കുവാൻ കോൺഗ്രസും അക്കൌണ്ട് തുറക്കാൻ BJPയും കച്ചകെട്ടി പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. എതിരാളികളുടെ നേരെ എയ്യുവാനുള്ള ആരോപണശരങ്ങൾ മൂർച്ചകൂട്ടി ആവനാഴിയിലേക്ക് അങ്കത്തട്ടിലിറങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. പോർക്കളത്തിൽ ആര് വീഴും ആര് വാഴും എന്നറിയാൻ ബലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ വടക്കേക്കാട് സ്വദേശി 27 വയസ്സുള്ള ഷമീർ, അമൃത, ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന 2 കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിലെ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂരിൽ തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ 100-ലധികം തെരുവ് നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പിന് വിധേയമാക്കി. പൂക്കോട് വെറ്റിനറി ഡിസ്പെൻസറി സർജൻ ഡോക്ടർ CR പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ VJ മെർലെ, ലിജോ പോൾ, അറ്റൻഡർ ശ്യാം പ്രസാദ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ 10ഓളം പേരാണ് കുത്തിവയ്പ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം കോട്ടപ്പടി ചേമ്പാലക്കുളം ക്ഷേത്ര പരിസരത്ത് പേയിളകിയ നായ മറ്റ് 6 നായ്ക്കളെ കടിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ചത്ത നായയ്ക്കും പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ മേഖലയിൽ പേയിളകി ചത്ത നായ്ക്കളുടെ എണ്ണം 2ആയി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചത്. പൂക്കോട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലെ തെരുവ് നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നൽകിയത്. ഗുരുവായൂർ തൈക്കാട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള തെരുവ് നായ്ക്കൾക്ക് പിന്നീട് കുത്തിവയ്പ് നൽകും. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്ന തിരക്ക് കണക്കിലെടുത്താണ് ഈ മേഖലയിലെ നായ്ക്കളുടെ കുത്തിവയ്പ് മാറ്റിവെച്ചത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 600ഓളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. പൂക്കോട് മേഖലയിൽ അടുത്തിടെയായി തെരുവ് നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ലഭ്യതയാണ് ഈ മേഖലയിൽ നായ്ക്കളുടെ എണ്ണം പെരുകാൻ ഇടയാകുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചിറവനേങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ ശിലാഫലകം സാമൂഹിക വിരുദ്ധർ തകർത്തു. മദ്രസയുടെ മുൻവശത്തെ ചുമരിൽ സ്ഥാപിച്ചിരുന്ന ശിലാഫലകമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതർ തകർത്തത്. മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പ്രദേശത്തെ സാമുദായിക സൗഹാർദ്ദ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് മദ്രസ കമ്മിറ്റി പറഞ്ഞു. വിവിധ സംഘടനകൾ സംഭവത്തെ അപലപിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇരു യോഗങ്ങളുടെയും മികവുറ്റ വേദാലാപനത്തോടെ കടവല്ലൂർ അന്യോന്യത്തിന് സമാപനമായി. മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ താരങ്ങാട് നാരായണൻ നമ്പൂതിരി 8ാം അഷ്ടകം 6ാം അധ്യായം 10ാം വർഗത്തിലെ മനീഷിണപ്ര എന്ന് തുടങ്ങി 10 റിക്കുകൾ ഭംഗിയായി ചൊല്ലി. കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, നാരായണമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു. 2ാം വാരമിരുന്ന തൃശൂർ യോഗത്തിലെ മുണ്ടയ്ക്കൽ സുനിൽ നമ്പൂതിരി 8ാം അഷ്ടകം 3ാം അധ്യായം 20ാം വർഗത്തിലെ സത്യനോത്ഥപിത എന്ന് തുടങ്ങി 10 റിക്കുകൾ ഭംഗിയായി ചൊല്ലി. ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി, മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു.
തിരുനാവായ യോഗത്തിലെ തെക്കിനിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി, നാരായണമംഗലത്ത് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ ജഡ പ്രയോഗിച്ചു. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. രാത്രി 9-ന് കോട്ടയ്ക്കൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന ലവണാസുരവധം കഥകളിയും അരങ്ങേറും. ചിറ്റണ്ട സ്കൂളിന് സമീപമുള്ള ഇരുചക്രവാഹന വർക്ക്ഷോപ്പിൽ നിർമ്മാണ ജോലികൾക്കിടെ തീപിടിച്ച് തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ദേശമംഗലം സ്വദേശിയായ 24 വയസ്സുള്ള ഹാരിസിനാണ് പൊള്ളലേറ്റത്. ഗുരുതരാവസ്ഥയിലായ ഹാരിസിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പ്രവർത്തന സമയം കഴിഞ്ഞ് ബാറിലെത്തി മദ്യം ചോദിച്ചത് നൽകാത്തതിലുള്ള വിരോധത്തിൽ ബാർ ജീവനക്കാരെ താമസ സ്ഥലത്ത് വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 7000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം തെക്കിയങ്ങാടി പഴുന്നാന വീട്ടിൽ 39 വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കുന്നംകുളം RC പാർക്ക് ബാറിലെ ജീവനക്കാരായ കുടക് സ്വദേശി ചേലോത്ത് വീട്ടിൽ 26 വയസ്സുള്ള വിജീഷ്, നെല്ലുവായ് പതിയാരം കോഴിക്കാട്ടിൽ 50 വയസ്സുള്ള ബാലു, മണ്ണാർക്കാട് പറമ്പിള്ളി പൊന്മാനടിയിൽ 48 വയസ്സുള്ള വിജയൻ എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. 2016 ജൂലൈയിലായിരുന്നു സംഭവം. ബാർ ജീവനക്കാർ താമസിക്കുന്ന തെക്കേ അങ്ങാടിയിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്ക് ജെറീഷും കൂട്ടുപ്രതികളായ 8 പേരുമെത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. 2-ാം പ്രതി സജി, 3-ാം പ്രതി സ്റ്റോമി, 6-ാം പ്രതി സുധീർ എന്നിവർ ഒളിവിലാണ്. 4-ാം പ്രതി സ്റ്റിൻസൺ, 5-ാം പ്രതി ജീസൺ, 7-ാം പ്രതി രോഹിത്, 8-ാം പ്രതി വിജിൻ, 9-ാം പ്രതി ജീവൻ എന്നിവരെ 12 വർഷം 3 മാസവും കഠിന തടവിനും 20,000 രൂപ പിഴയടയ്ക്കുന്നതിനും കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശി വിളക്കാചാരം വെള്ളിയാഴ്ച ആരംഭിക്കും. രാവിലെ ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, മേളം, നാദസ്വരം എന്നിവ നടക്കും. വൈകുന്നേരം ദീപാരാധന, അത്താഴപൂജ, തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവയുണ്ടാകും. ഗണേഷ് ട്രാവൽസ് ചെന്നൈയാണ് ആദ്യ വിളക്കാചാരം ഭഗവാന് സമർപ്പിക്കുന്നത്. തുടർന്ന് 33 ദിവസം വിളക്കാചാരം നടക്കും. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ക്രിസ്തുരാജത്വ തിരുനാളും വിശ്വാസ പരിശീലന ദിനവും ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കിയുടെ നേതൃത്വത്തിൽ രാജത്വ തിരുനാൾ റാലിയോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് സെന്റ് ജോസഫ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം കത്തോലിക്ക സഭാ പത്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജേസൺ മാറോക്കി അധ്യക്ഷനായി. ചടങ്ങിൽ മതബോധനം പ്രിൻസിപ്പൽ പ്രേമ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതബോധനം PTA പ്രസിഡന്റ് ഷാജൻ മാറോക്കി, ഇടവക കൈക്കാരൻ അൽഫോൺസ് മുട്ടത്ത, കേന്ദ്രസമിതി കൺവീനർ AJ ജോൺസൺ, ചിറ്റാട്ടുകര ഇടവക മതബോധനം പ്രിൻസിപ്പൽ ജോഷി K. വർക്കി, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് ജിൻഡോ വിൻസൻ, വിശ്വാസ പരിശീലന അധ്യാപകനും പ്രോഗ്രാം കൺവീനറുമായ ജോബി ജോൺസൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നോടെ ക്രിസ്തുരാജത്വ തിരുനാളിനും വിശ്വാസ പരിശീലന ദിനത്തിനും സമാപനമായി. കടവല്ലൂർ ദേശവിളക്ക് വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വടക്കുമുറിയിലെ വിളക്കുപന്തലിലെത്തി സമാപിക്കും. തുടർന്ന് അന്നദാനമുണ്ടാകും. രാത്രി 10 മുതൽ പന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുട എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം എന്നിവയോടെ വിളക്കാഘോഷത്തിന് സമാപനമാകും. മരത്തംകോട് ജ്യോതിപ്രകാശ് മകൻ ജയദേവനും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. സന്ധ്യയ്ക്ക് 7:30 മുതൽ ഗുരുവായൂർ ചാമുണ്ടേശ്വരി ഭജന സംഘത്തിന്റെ ഭജനയും വിളക്കുപന്തലിൽ ഉണ്ടാകുമെന്ന് ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ച ഇതര സംസ്ഥാന നാടോടി സംഘത്തെ ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. മേൽപ്പാലത്തിന് താഴെയുള്ള വ്യാപാരികളുടെ പരാതിയെ തുടർന്നാണ് ക്ലീൻ സിറ്റി മാനേജർ KS അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തിയത്. എന്നാൽ തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞുങ്ങളും ഭക്ഷണം പാചകം ചെയ്യുന്നതും കാട്ടി അവർ പോകാൻ തയ്യാറായില്ല. പോലീസ് എത്തിയെങ്കിലും ബലപ്രയോഗത്തിന് മുതിർന്നില്ല. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥർ പോയെങ്കിലും നാടോടികൾ അവിടെ തന്നെ തുടർന്നു. തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കാണിച്ചു നൽകിയെങ്കിലും അവിടെ പാമ്പിനെ കണ്ടതോടെ നാടോടികൾ ഭയന്ന് പിന്മാറി. ശബരിമല സീസൺ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ മേൽപ്പാലത്തിന് താഴെ നാടോടികളെ താമസിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു.
ഇതിന്റെ ഭാഗമായി പാലത്തിന് താഴെ വളച്ചുകെട്ടാനായിരുന്നു തീരുമാനം. എന്നാൽ സീസൺ തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ നാടോടികൾ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചു തുടങ്ങി. ഇപ്പോൾ പാലത്തിന്റെ ഇരുഭാഗത്തുമായി 100ഓളം നാടോടികളാണുള്ളത്. ഇവർ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിയുന്നതിനാൽ പരിസരത്തെ വ്യാപാരികൾക്ക് കടുത്ത എതിർപ്പാണുള്ളത്. മേൽപ്പാലത്തിന് താഴെ ഓപ്പൺ ജിംനേഷ്യം, ഫുഡ് കോർട്ട് എന്നിവ ഒരുക്കാൻ തീരുമാനിച്ചെങ്കിലും ഒന്നും നടപ്പിലായിട്ടില്ല. പുന്നയൂർ അകലാട് ഗാദ്രയ്ക്ക് സമീപം മീൻലോറിയും പിക്കപ്പ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 അപകടം. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ യാർഡിന് സമീപം സർവീസ് റോഡിലെ ഹമ്പ് കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷയുടെ പിറകിൽ ലോറി ഇടിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് ഓട്ടോറിക്ഷ നിന്നത്. പെട്ടി ഓട്ടോറിക്ഷയുടെ മുൻഭാഗം ഭാഗികമായി തകരുകയും അതിലുണ്ടായിരുന്ന നിരവധി കോഴിമുട്ടകൾ പൊട്ടി നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. എറണാകുളം മുനമ്പത്ത് നിന്നും മത്സ്യലോഡുമായി കർണാടകയിലേക്ക് പോവുകയായിരുന്നു ലോറി. സർവീസ് റോഡിൽ കോഴിമുട്ട പൊട്ടി ചിതറിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. പിന്നീട് ശിവാലയ കമ്പനി അധികൃതർ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് കഴുകിക്കളഞ്ഞു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗതാഗത നിയന്ത്രണം നടത്തി മറ്റു വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 6 മണിക്ക് നിർമ്മാല്യം, തുടർന്ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, ഭക്തജന നാമാർച്ചന, ഉച്ചപൂജ, അന്നദാനം എന്നിവയുണ്ടായി. ഉച്ചതിരിഞ്ഞ് 5:30 നട തുറക്കൽ, തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. അഖിലേന്ത്യാ തലത്തിൽ മികവ് പുലർത്തിയ സംഘടനകൾക്ക് ആദരവുമായി അഹമ്മദിയ മുസ്ലിം മിഷൻ. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ആദര ചടങ്ങിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രാദേശിക പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. മികച്ച പ്രവർത്തനങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ 7ാം സ്ഥാനം കരസ്ഥമാക്കിയ യുവജന സംഘടന മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയ്ക്കും 8ാം സ്ഥാനം കരസ്ഥമാക്കിയ ബാലിക സംഘടന നാസിറാത്തുൽ അഹമ്മദിയക്കും 7ാം സ്ഥാനം കരസ്ഥമാക്കിയ മഹിളാ സംഘടന ലജ്ന ഇമായിലയ്ക്കും തൃശൂർ പാലക്കാട് ജില്ലാ അഹമ്മദിയ വൈസ് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് ചേലക്കര സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ആദരിച്ചു. ഇതോടൊപ്പം മദ്രസയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഐറീൻ മറിയത്തിനും സമ്മാനം നൽകി. സിദ്ദീഖ് ആളൂർ, ഗുലാം അഹമ്മദ് ചേലക്കര, അബ്ബാസ് ആളൂർ, അബ്ദുൽ ഗനി മൊഗ്രാൽ, അർഫാൻ ആളൂർ, റസീന അൻസർ, താഹിർ അഹമ്മദ് ആളൂർ, തൂബ ഖലീൽ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ബൈത്തുൽ മാൽ ഇൻസ്പെക്ടർ മൗലവി ഫാഹിൻ അഹമ്മദ് സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ 17ാമത് അഖില കേരള ചിത്രരചനാ മത്സരം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ രാവിലെ 9:30 നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. 7 കാറ്റഗറികളിലായി LKG മുതൽ കോളേജ് തലം വരെയുള്ള 4000-ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വിഭാഗമുണ്ടാകും. രാവിലെ 9 സ്പോട്ട് രജിസ്ട്രേഷൻ തുടങ്ങും. KG വിദ്യാർത്ഥികൾക്ക് കളറിംഗ് മത്സരമാണ് ഒരുക്കിയിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകാർക്ക് പ്രത്യേക വിഷയമുണ്ടാകില്ല. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുകയും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന സ്കൂളുകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുമെന്നും വിജയികൾക്ക് ജനുവരിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രസിഡന്റ് KR ചന്ദ്രൻ, സെക്രട്ടറി ഗിരീഷ് C. ഗീവർ, ചീഫ് കോർഡിനേറ്റർ ബാബു വർഗീസ്, MR സൂര്യൻ, TD വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവത്ര കുമാർ AUP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുമാർ സൂപ്പർ ലീഗ് ഫുട്ബോൾ ലീഗ് സമാപിച്ചു. സ്കൂൾ മൈതാനിയിൽ നടന്ന സമ്മേളനം സ്കൂൾ മാനേജർ പ്രധാൻ കിക്ക് ഓഫ് നടത്തി ലീഗിന് തുടക്കമിട്ടു. സന്തോഷ് ട്രോഫി താരം PT സോമി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക റീന തോമസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് റസീന, വൈസ് പ്രസിഡന്റ് അസീസ് മാടമ്പി, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി പ്രവീൺ, SRG കൺവീനർ സ്മീന, വത്സൻ, S. ഷീല എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ശ്രീകുമാർ, സൈനബ, സൽമാനുൽ ഫാരിസ്, നിതിൻ, സോബി, ദീപക് എന്നിവർ പങ്കെടുത്തു. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനത്തിൽ നടന്ന കുട്ടികൾക്കായുള്ള സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ N. സുനിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ KK സുജാത, PA ജിഷ, സുധാദേവി, രതീഷ് KK, ലേഖ എന്നിവർ സംസാരിച്ചു. എഴുത്തും വായനയും ശീലമാക്കി മയക്കുമരുന്ന് ലഹരിയെ തടയുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ ആദിത്യ, സൂര്യ, ശ്രീധന്യ, ആൻഡ്രിയ, സച്ചു, സുജിത, അലീന എന്നിവർ നേതൃത്വം നൽകി.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,725 രൂപ, പവന് 93,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 169 രൂപ. ചരമം. ചാലിശ്ശേരി മാർത്തോമ പള്ളിക്ക് സമീപം താമസിക്കുന്ന കണ്ണനായ്ക്കൽ പരേതനായ താവു മകൻ വിൽസൺ നിര്യാതനായി. 68 വയസ്സായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി തൃശൂർ CC ബ്രദേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. മേഴ്സി ഭാര്യയും വിമ, ലിമ എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി അയ്യൻകുളങ്ങര പരേതനായ ഇയുണ്ണി മകൻ കുഞ്ഞൻ എന്ന എസ്ര നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഷൈനി, ഷീബ, ഷീജ, സോളമൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കുകളിൽ. മുന്നണികൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മേൽക്കൈ നേടാനുള്ള ഒരുക്കത്തിൽ. തൃശൂർ ജില്ലയിൽ 22 BJPക്ക് സ്ഥാനാർത്ഥികളില്ല. LDF, UDF മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ഇല്ലാത്തയിടങ്ങളും ചെറുകക്ഷികളും സ്വതന്ത്രം സജീവമായതോടെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ശക്തമായ മത്സരം. ഗുരുവായൂരിൽ പേവിഷബാധയേറ്റ് നായ ചത്ത സംഭവം. മേഖലയിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. 100-ലധികം തെരുവ് നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പിന് വിധേയമാക്കി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച അപകടം. 3 പേർക്ക് പരിക്ക്. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി ചിറ്റണ്ട സ്കൂളിന് സമീപമുള്ള ഇരുചക്രവാഹന വർക്ക്ഷോപ്പിൽ നിർമ്മാണ ജോലികൾക്കിടെ തീ പിടിച്ച് തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ദേശമംഗലം സ്വദേശി 24 വയസ്സുള്ള ഹാരിസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.